മായൊരു തിരുവെഴുത്തിലേക്ക് വളരെ വേഗത്തിൽ ഒരു വേദചിന്തയുമായി നിങ്ങളുടെ അരികിലേക്ക് വരുവാൻ കർത്താവിൽ ശരണപ്പെടും. എൻ്റെ ഹൃദയത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പ്രകാശിപ്പിച്ച ഒരു തിരുവെഴുത്താണ് ഇന്ന് രാവിലെ സമയം നാം ഒരുമിച്ച് ചിന്തിക്കുകയും പഠിക്കുകയും അപ്പം തന്നെ സന്തോഷിക്കുകയും ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. യോഹന്നാൻ്റെ സുവിശേഷം 11-ാം അധ്യായത്തിൽ ലാസറിൻ്റെ വീടിനകത്തോട്, ലാസറിൻ്റെ കല്ലറയുടെ ഫ്രണ്ടിൽ നിന്ന് യേശു പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥനയാണ് നമ്മളിന്ന് തമ്മിൽ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ആ പ്രാർത്ഥന ഞാനിന്ന് വായിച്ചു കേൾപ്പിക്കുവാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു. യോഹന്നാൻ്റെ സുവിശേഷം 11-ാം അധ്യായം 41 മുതലുള്ള വാക്യങ്ങൾ. യേശു മേലോട്ട് നോക്കി, പിതാവേ, നീ എൻ്റെ അപേക്ഷ കേട്ടതിനാൽ ഞാൻ നിന്നെ വാഴ്ത്തുന്നു. നീ എപ്പോഴും എൻ്റെ അപേക്ഷ കേൾക്കുന്നു എന്ന് ഞാൻ അറിഞ്ഞിരിക്കുന്നു. എങ്കിലും നീ എന്നെ അയച്ചു എന്ന് ചുറ്റും നിൽക്കുന്ന പുരുഷാരെ വിശ്വസിക്കേണ്ടതിന് അവരുടെ നിമിത്തം ഞാൻ പറയുന്നു എന്ന് പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞിട്ടവൻ, ലാസറേ, പുറത്തു വരിക എന്നുറക്കെ വിളിച്ചു. മരിച്ചവൻ പുറത്തു വന്നു. ഈ അനുഗ്രഹീതമായ വേദഭാഗവുമായി ബന്ധപ്പെട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഹൃദയത്തിൽ നൽകിയ 1-2 ലഘുവായ ചിന്തകളാണ് ഇന്നത്തെ സഭായോഗത്തിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നത്. യേശു ഉള്ളിടത്തെല്ലാം അത്ഭുതങ്ങളുണ്ട്. ഞാൻ അത്ഭുതങ്ങളെ വിശ്വസിക്കുന്ന ഒരു ദൈവത്തിൻ്റെ ദാസനാണ്. കാര്യം, എൻ്റെ യേശു അത്ഭുത മന്ത്രിയാണ്, അത്ഭുതങ്ങളുടെ ഉടമസ്ഥനാണ്. നിങ്ങൾ അത്ഭുതങ്ങളെ വിശ്വസിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ഇന്നത്തെ സഭായോഗത്തിൽ ദൈവം നിങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യാൻ നമ്മുടെ നടുവിൽ വെളിപ്പെട്ടിട്ടുണ്ട്. അത്ഭുതങ്ങളെ കുറ്റം പറയരുത്, അത്ഭുതങ്ങളെ വിമർശിക്കരുത്. കാര്യം, അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വിവിധങ്ങളാകുന്ന വീര്യപ്രവർത്തികളാലും ദൈവം തൻ്റെ വചനത്തെ ഉറപ്പിച്ചു എന്ന് തിരുവെഴുത്ത് പഠിപ്പിക്കുന്നു. ഓരോ അത്ഭുതങ്ങളും ദൈവവചനത്തെ ഉറപ്പിക്കാൻ വേണ്ടി സ്വർഗസ്ഥനായ ദൈവം ചെയ്യുന്നതാണ്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ഐഹിക ശുശ്രൂഷയിലെ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു സംഭവമാണ് യോഹന്നാൻ്റെ സുവിശേഷം 11-ാം അധ്യായത്തിലുള്ളത്. ലാസർ എന്ന് പറയുന്ന തൻ്റെ ആത്മമിത്രങ്ങളിൽ ഒരാളുടെ മരണ സമയത്ത് അടുത്തില്ലാതെ പോയതിൻ്റെ വിഷമവും അപ്പോൾ തന്നെ അവൻ്റെ ജീവിത സാഹചര്യത്തെക്കുറിച്ച് ഓർത്ത് വിലപിക്കുന്ന അവൻ്റെ സഹോദരിമാരുടെ ദുഃഖത്തിന് പരിഹാരവും കൽപ്പിക്കേണ്ടതിനായി ബഥാനിയ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ശിഷ്യന്മാരുമായി നടന്നെടുക്കുന്ന നമ്മുടെ കർത്താവ്. എൻ്റെയും നിങ്ങളുടെ ഉള്ളം കലങ്ങുമ്പോൾ, സങ്കടങ്ങൾ കൊണ്ട് എൻ്റെയും നിങ്ങളുടെ മനസ്സ് വല്ലാതെ വ്യാകുലപ്പെടുമ്പോൾ, ആരൊക്കെ വന്നിട്ട് നമ്മെ ആശ്വസിപ്പിക്കാൻ കഴിയാതെ പോകുന്ന സാഹചര്യത്തിൽ യേശു അതിൻ്റെ നടുവിലേക്ക് നമ്മെ ആശ്വസിക്കാൻ ഇറങ്ങി വരികയാണ്. ഇന്ന് രാവിലെ നിങ്ങളുടെ റൂമിനകത്ത് നിങ്ങളെ ആശ്വസിപ്പിക്കാൻ യേശു നിങ്ങളുടെ സമീപേ വരികയാണ്. നിങ്ങളുടെ ജീവിതത്തിലെ ചോദ്യചിഹ്നങ്ങളെപ്പോലെ നിൽക്കുന്ന വിഷയങ്ങൾക്ക് പ്രതികരിക്കാൻ കഴിയാത്ത സാധാരണ മനുഷ്യരെ പോലെയോ പരിഹരിക്കാൻ കഴിയാത്ത ശക്തന്മാരെ പോലെയോ അല്ല. നിങ്ങളുടെ വിഷയത്തിനകത്തേക്ക് ഇറങ്ങി വന്നിട്ട് അതിനോട് ഇടപഴകി അതിന് പരിഹാരം കൽപ്പിക്കുന്ന സാക്ഷാൽ ദൈവമായി ഇന്ന് രാവിലെ അവൻ നമ്മുടെ നടുവിൽ വ്യാപരിക്കുകയാണ്. ഈ മീറ്റിങ്ങിനകത്ത് സംബന്ധിക്കുന്ന മുഴുവൻ ആളുകൾക്ക് ഞാൻ ഉറപ്പ് നൽകുന്നു, യേശു നിങ്ങൾക്ക് വേണ്ടി ഇന്ന് രാവിലെ അത്ഭുതങ്ങൾ ചെയ്തിരിക്കും. 4 ദിവസം മരിച്ചിട്ട് 4 ദിവസമായ ആ വീടിൻ്റെ അന്തരീക്ഷം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. ശോകമൂകമായിരിക്കുന്ന ഒരു അന്തരീക്ഷം, നഷ്ടങ്ങളുടെ കഥ പറയുന്ന, വേദനകളുടെ കഥ പറയുന്നൊരു വീട്. പ്രയാസങ്ങൾ തളം കെട്ടി നിൽക്കുന്നു. ചടങ്ങിന് വന്ന് സംബന്ധിച്ചവരെല്ലാം കടന്നുപോയത് നിമിത്തമായി തനിച്ചാക്കപ്പെട്ട 2 സഹോദരങ്ങൾ. അടുത്ത അയൽവാസികളോ അടുത്ത റിലേഷനിൽപ്പെട്ടോ ചിലർ മാത്രം ആ വീടിനകത്ത്. വളരെ പ്രയാസം നിറഞ്ഞ അന്തരീക്ഷത്തിൻ്റെ 4 ദിനങ്ങൾ, ഏകദേശം 96ഓളം മണിക്കൂറുകൾ.
വരുന്നവരെല്ലാം പറയുന്ന ആശ്വാസവാക്കുകളാണ്. പക്ഷേ അതൊന്നും വേണ്ടും പോലെ ഫലകരമാകാത്ത ഒരു സാഹചര്യം. പക്ഷെ ആ സാഹചര്യത്തിൻ്റെ നടുവിലേക്ക് യേശു കർത്താവ് എഴുന്നള്ളി വരികയാണ്. ഉപാധികളും സോഴ്സുകളും പരിഹാര നിർദ്ദേശങ്ങളും ഒക്കെ പറഞ്ഞു തരുന്ന ഒരുപാട് മിത്രങ്ങൾ നമ്മുടെ ചുറ്റും നിൽക്കുമ്പോൾ അവർക്കാർക്കും പരിഹരിക്കാൻ പറ്റാത്ത വിഷയങ്ങളെ പരിഹരിക്കുവാൻ എല്ലാ സൗഹൃദങ്ങളുടെയും മുകളിൽ നിൽക്കുന്ന സുഹൃത്തായ, എല്ലാ നാമത്തിൻ്റെയും മുകളിൽ നിൽക്കുന്ന നാമമായ യേശുവിൻ്റെ നാമം ഈ രാവിലെ സമയം നമ്മുടെ നടുവിലേക്ക് വരികയാണ്. ഞാനതിനെ ഒന്ന് വിഷ്വലൈസ് ചെയ്യുകയാണ്. ആ 4-ാമത്തെ ദിവസം യേശു ശിഷ്യന്മാരുമായി നടന്നു വരുന്നു. ആ വരവിൻ്റെ ഉദ്ദേശം തന്നെ ഉയർപ്പിക്കുക എന്നത് തന്നെയാണ്. ലാസർ എന്ന തൻ്റെ സ്നേഹിതനെ കല്ലറയ്ക്കകത്ത് നിന്ന് വിളിച്ച് പുറത്തെടുക്കുക എന്ന ദൗത്യ നിർദ്ദേശവുമായിട്ടാണ് യേശു കടന്നു വരുന്നത്. അടച്ചുവെച്ചതിനെയൊക്കെ തുറക്കാൻ വേണ്ടിയാണ് യേശു വരുന്നത്. മേലാൽ ഇനി അവനെ അടയ്ക്കാൻ കഴിയത്തില്ല എന്ന് പൊതുലോകത്തിന്റെ നടുവിൽ ഉറപ്പിക്കാൻ വേണ്ടിയാണ് യേശു വരുന്നത്. അവൻ എൻ്റേതു മാത്രമാ, അവന് ഞാൻ മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് ഞാൻ ഈ വിഷയത്തിൽ ഇടപെടും എന്ന് തെളിയിക്കാൻ വേണ്ടിയാണ് യേശു വരുന്നത്. വേറൊരു കുടുംബത്തിലേക്കും യാത്ര ചെയ്യാത്തതുപോലെ യേശുവിൻ്റെ ഐഹിക ശുശ്രൂഷയിൽ യേശു ഇതിനു മുമ്പ് ഒരു സെമിട്രി പോയിട്ടുണ്ട്. ഗദരദേശത്തെ ഭൂതഗ്രസ്തൻ താമസിക്കുന്ന സ്ഥലത്ത്. അവിടെ അവനെ ഉയർപ്പിക്കാനല്ല പോയത്, അവിടെ അവൻ്റെ ദേഹത്തെ പൈശാചിക ശക്തികളെ അഴിച്ചുവിടാനാണ് പോയത്. അവിടെ പൈശാചികമായ മൃഗീയ ഉപദ്രവങ്ങൾക്ക് അടിമയാക്കപ്പെട്ടൊരു ചെറുപ്പക്കാരനെ വിടുവിക്കേണ്ടതിനായി ഒരു സെമിട്രിയിൽ കാലി ചവിട്ടിയവൻ ഇവിടെ ലാസറിനെ അടക്കിയ മറ്റൊരു സെമിട്രിയിലേക്ക് അവൻ കാലെടുത്ത് വെക്കുകയാണ്. ഇവിടെ ഭൂതത്തെ ഓടിക്കാനല്ല, പൈശാചിക ശക്തികളെ അഴിച്ചുവിടാനല്ല. കാര്യം ഒടുക്കത്തെ ശത്രു എന്ന് ബൈബിൾ പഠിപ്പിക്കുന്ന വില്ലനായ മല്ലനായ മരണത്തെ പൊട്ടിച്ച് തൻ്റെ ആത്മമിത്രത്തെ പുറത്തെടുക്കാനാണ് യേശു വന്നിരിക്കുന്നത്. ഇന്ന് രാവിലെ എന്നെ ശ്രദ്ധിക്കുന്ന സുഹൃത്തെ, യേശു എവിടെ വരുന്നോ അവിടെ അത്ഭുതമാണ്. യേശു എവിടെ കാല് ചവിട്ടുന്നോ അത് ദൈവപ്രവൃത്തിയുടെ പ്ലാറ്റ്ഫോമായി മാറുകയാണ്. പൂവക്കാൻ സെമിട്രി പോകുന്നവരുണ്ട്, കരയാൻ സെമിട്രി പോകുന്നവരുണ്ട്, പ്രിയമുള്ളവരുടെ ഓർമ്മകൾ ഓർത്തെടുക്കാൻ വേണ്ടി സെമിട്രി പോകുന്നവരുണ്ട്. അപ്പനും അമ്മയൊക്കെ മരിച്ചു കഴിയുമ്പോൾ സെമിട്രി ചെന്ന് പ്രധാനപ്പെട്ട ജീവിതത്തിലെ ചടങ്ങുകൾ വരുമ്പോൾ അനുവാദം ചോദിക്കുന്ന ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. അവരോട് അനുവാദം ചോദിക്കാൻ വേണ്ടി സെമിട്രി പോകുന്നവരെ കണ്ടിട്ടുണ്ട്. യേശു വന്നത് മരിച്ചു കിടക്കുന്നവൻ്റെ അനുവാദം ചോദിക്കാനല്ല, കല്ലറയ്ക്കകത്ത് കിടക്കുന്നവനെ കുറിച്ച് അനുസ്മരിക്കാനുമല്ല, അവൻ ഞങ്ങളിൽ നിന്ന് കടന്നുപോയല്ലോ എന്ന വിഷമത്തിൻ്റെ സൂചകമായ ഒരു പുഷ്പം കൊണ്ട് വെക്കാനല്ല യേശു വന്നത്. മറിച്ച് അവനെ ജീവനോടെ തിരിച്ചു വിളിക്കാനാണ് യേശു വന്നത്. ഇന്ന് രാവിലെ ഇതൊന്നും എല്ലാവരെ കൊണ്ടും നടക്കുന്ന കാര്യമല്ല, പക്ഷെ നടത്താൻ കഴിയുള്ള ആളാണ് വന്നിരിക്കുന്നത്. യേശു നിൻ്റെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരുമ്പോൾ നിനക്ക് സ്വപ്നം കാണാൻ പറ്റാത്ത കാര്യങ്ങളാണ് യേശു അവലംബിക്കാൻ ആഗ്രഹിക്കുന്നത്. ഈ മീറ്റിങ്ങിൽ വളരെ ആർത്തിയോടെ വചനം ശ്രദ്ധിക്കുന്ന സുഹൃത്തുക്കളോട് ഞാൻ പറയുന്നു, നിനക്ക് ഗസ് ചെയ്യാൻ പറ്റുന്നതിലും അപ്പുറം ചിലത് യേശു ഇന്ന് രാവിലെ ചെയ്യാൻ പോകുകയാണ്. യേശു കരഞ്ഞപ്പോൾ ആളുകൾ ഓർത്തത് അവനോടുള്ള പ്രിയം എത്ര അധികമാണ് എന്ന് വിചാരിച്ച് ആളുകൾ തമ്മിൽ സംസാരിക്കുക. ഇതിനു മുമ്പ് ഒരുപാട് പേര് കരഞ്ഞിട്ടുണ്ട്. അവരും കരഞ്ഞപ്പോഴും ഇത് തന്നെ ആയിരിക്കാം പറഞ്ഞത്. ലാസർ നല്ലവനായിരുന്നു കേട്ടോ, ജീവിച്ചിരിക്കുമ്പോൾ നല്ല സാക്ഷിയൊന്നും ആളുകൾ പറഞ്ഞില്ലേലും മരിച്ചു കഴിയുമ്പോൾ നല്ല സാക്ഷ്യം പറയും. അപ്പോൾ സ്വാഭാവികമായിട്ട് ആളുകൾ പറഞ്ഞിട്ടുണ്ടാവും അവനോട് എന്തുമാത്രം സ്നേഹം യേശുവിനുണ്ടായിരുന്നു. ഇത് കേൾക്കാനല്ല യേശു അങ്ങോട്ട് പോയത്, മറിച്ച് കരയുന്നവരുടെ കണ്ണുനീര് തുടച്ചിട്ട് അവനെ ഉയർപ്പിക്കാൻ വേണ്ടിയാണ് യേശു അങ്ങോട്ട് പോയത്.
ഞാൻ ഒരു സെന്റൻസ് കൂടെ പറഞ്ഞിട്ട് വായിച്ച വാക്യം വ്യാഖ്യാനിക്കാം. കല്ലറയല്ല യേശുവിൻ്റെ വിഷയം. മിനിസ്ട്രി കല്ലറയിലാണെങ്കിലും അതിൻ്റെ എഫക്റ്റ് മുഴുവനും നടക്കുന്നത് മറിയയുടെ വീടിനകത്താണ്. ഒന്നുകൂടി പറയാം, യേശു മിനിസ്ട്രി ചെയ്തത് ലാസറിനെ അടക്കം ചെയ്ത ഗുഹയുടെ മുൻപിലാണെങ്കിലും തൻ്റെ മഹത്വം മുഴുവനും വെളിപ്പെടുത്തുന്നത് മാർത്തയുടെയും മറിയുടെയും നിരാശ പൂണ്ട ഹൃദയത്തിനകത്താണ്. രാവിലെ എന്നെ കേൾക്കുന്നവരോട് ഞാൻ പറയാം, നിനക്ക് വേണ്ടി ദൈവം ഒരു അത്ഭുതം ചെയ്യുമ്പോൾ അതിൻ്റെ മഹത്വം മുഴുവനും വെളിപ്പെടുന്ന നിന്റെ ഹൃദയത്തിനകത്തായിരിക്കും. നിന്റെ ഹൃദയത്തിൻ്റെ അകത്തെ ആവേശത്തെ കെടുത്തിക്കളഞ്ഞ, തുടിപ്പുകളെ കെടുത്തിക്കളഞ്ഞ, ധൈര്യത്തെ കെടുത്തിക്കളഞ്ഞ, പ്രതീക്ഷകളെയും പ്രത്യാശകളെയും കെടുത്തിക്കളഞ്ഞ ഏതു സംഭവമാണെങ്കിലും ഇന്ന് രാവിലെ എൻ്റെ യേശു അതിനകത്ത് ഇടപെടാൻ പോകുകയാ. വിശ്വസിക്കുന്നവർ ആമേൻ പറഞ്ഞാട്ടെ. ദൈവം അതിനകത്ത് ഇടപെടാൻ പോവുക. ആ ഇടപെടാൻ പോകുന്നു എന്നതിൻ്റെ തെളിവാണ് അവൻ ആ കല്ലറയിലേക്ക് വന്നില്ല. പിന്നെ വീട്ടിലോട്ട് പോയാൽ മതിയായിരുന്നു. ഞാൻ ഈ വിഷയത്തിൽ ഇടപെടാൻ പോകുക. വീട്ടിൽ ചെല്ലേണ്ടവൻ കല്ലറയ്ക്കകത്ത് വന്നപ്പോൾ അർത്ഥാൽ ഞാൻ ഈ വിഷയത്തിൽ ഇടപെടുക. എനിക്കൊരു ദൂത് ദൈവം നൽകുന്നു. മാർത്തയുടെ മറിയയുടെ അനുവാദമില്ലാതെ അവരുടെ വിഷയത്തിനകത്ത് യേശു ഇടപെടുകയാണ്. നിന്റെ പോലും അനുവാദമില്ലാതെ നിന്റെ വിഷയത്തിനകത്ത് ഇന്ന് രാവിലെ ദൈവം ഇടപെടും. എൻ്റെ സുഹൃത്തെ, നിങ്ങൾ ആമേൻ പറഞ്ഞതിനെ സ്വീകരിച്ചോ? നീ പ്രയാസപ്പെട്ട ചില വിഷയത്തിനകത്ത്, പ്രാർത്ഥനയിൽ ചോദിക്കാത്ത ചില വിഷയത്തിനകത്ത്, മനസ്സുകൊണ്ട് ചിന്തിച്ചിട്ടില്ലാത്തതുമായ വിഷയത്തിനകത്ത് യേശു ഇന്ന് രാവിലെ ഇടപെടാൻ പോകുക. യേശു ഇന്ന് രാവിലെ ഇടപെടാൻ പോവുക. അവനെ ഇടപെടാൻ തുടങ്ങിയാൽ പിന്നെ ആർക്കും അതിനെ ബ്രേക്ക് ചെയ്യാൻ കഴിയത്തില്ല. പ്രമുഖരും പ്രസിദ്ധരുമായ പലരും പല ചടങ്ങുകളിലും ഇടപെടാറുണ്ട്. പക്ഷെ അവരൊക്കെ ഇടപെടുന്നത് ആ ഒരു പർട്ടിക്കുലർ ടൈമിങ്ങിൽ മാത്രം ഉള്ള ഒരു ഇടപെടൽ മാത്രമാണ്. ആ ഇടപെടൽ വരുന്നവരെയൊക്കെ ഒന്ന് കാണിക്കാൻ വേണ്ടിയുള്ള ഇടപെടല. പക്ഷേ പൂർണ്ണ പരിഹാരമൊന്നും ആ വിഷയത്തിനുണ്ടാകാറില്ല. പക്ഷെ യേശു ഒരു വിഷയത്തിൽ ഇടപെട്ടാൽ ആ വിഷയത്തിന് പരിഹാരമാണ്. ദൈവം നൽകുന്ന ഇൻസ്റ്റൻ്റ് ദൂതായിട്ട് ഞാൻ പറയുന്നു, നിന്റെ വിഷയത്തിൽ യേശു ഇന്ന് രാവിലെ ഇടപെടാൻ പോകുകയാണ്. വലതുകരമെടുത്ത് തലയിൽ വെച്ച് ആമേൻ പറഞ്ഞു. എൻ്റെ വിഷയത്തിനകത്ത് ദൈവം ഇടപെടാൻ പോകുകയാണ്. ഹോ, ഞാൻ എൻ്റെ ദൈവത്തിന് മഹത്വം കൊടുക്കുന്നു. ദൈവമക്കളെ, യേശു ഇടപെടാൻ പോകുന്നു എന്നതിൻ്റെ തെളിവായിട്ട് യേശുവോട് ഉദ്ധരിച്ച ഒരു വാക്യമുണ്ട്. മാർത്തയോട് പറയുന്നതാ, വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും. വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും. മാർത്തയുടെ ഹൃദയത്തിൻ്റെ അകത്ത് ഭയങ്കരമായ തുടിപ്പായി. യേശു ഇടപെടാൻ പോകുന്നു എന്നതിൻ്റെ തെളിവാണ് ആ വാക്യം. വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും. ഞാൻ അതിനെ ഒന്ന് വ്യാഖ്യാനിക്കാൻ പോവുക. ഞാൻ വന്നിരിക്കുന്നത് എൻ്റെ പിതാവായ ദൈവത്തിൻ്റെ നാമത്തെ നിന്റെ വിഷയത്തിനകത്ത് മഹത്വപ്പെടുത്താൻ വേണ്ടിയാ. ഈ കല്ലറയുടെ വാതിക്കൽ എൻ്റെ ശിഷ്യന്മാരുമായി ഞാൻ വന്നിരിക്കുന്നത് ഞാൻ ആള് കളിക്കാനല്ല, എൻ്റെ പിതാവിൻ്റെ നാമത്തെ ഈ വിഷയത്തിനോട് ബന്ധപ്പെട്ട് മഹത്വപ്പെടുത്താനാണ് ഞാൻ വന്നിരിക്കുന്നത്. നിങ്ങളുടെ ചില വിഷയത്തിനകത്ത് പിതാവിൻ്റെ നാമം മഹിമപ്പെടാൻ പോവുക. പിതാവായ ദൈവത്തിൻ്റെ നാമത്തെ നമ്മുടെ വിഷയത്തിനകത്ത് മഹത്വപ്പെടണമെന്നുണ്ടെങ്കിൽ
നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടാകേണ്ട ഒരു കാര്യമാണ് വിശ്വസിക്കുക എന്നത്. വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും. ആ മഹത്വത്തെ കൊണ്ടുവരാൻ എനിക്ക് കഴിയും. ക്ഷയം വ്യാപരിക്കട്ടെ. നീ വിശ്വസിക്കുന്ന വിഷയത്തിൽ ദൈവം ആഗ്രഹിക്കുന്ന മഹത്വത്തെ കൊണ്ടുവരാൻ എനിക്ക് കഴിയും. എന്താ വേടിന്റെ അടുത്ത അർത്ഥവ്യാഖ്യാനം? എന്താ? വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണുമെന്ന് പറഞ്ഞാൽ, ദൈവത്തിന്റെ മഹത്വം വെളിപ്പെട്ടാൽ കല്ലറയ്ക്കകത്ത് കിടക്കുന്ന നിന്റെ സഹോദരൻ ജീവനോടെ പുറത്തു വന്നിരിക്കുമോ? യേശുവിന്റെ ആദ്യത്തെ അത്ഭുതം പച്ചവെള്ളത്തെ വീഞ്ഞാക്കി. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, പച്ചവെള്ളത്തെ വീഞ്ഞാക്കിയതിലൂടെ ദൈവത്തിന്റെ നാമത്തെ അവൻ മഹത്വപ്പെടുത്തി. ദൈവനാമത്തെ മഹത്വപ്പെടുത്തുന്നതാ ആദ്യത്തെ അത്ഭുതം. അപ്പൊ പച്ചവെള്ളം വീഞ്ഞായാലും വെളിപ്പെടുന്നത് ദൈവമഹത്വമാണ്. സ്തോത്രം. തിരിച്ചു ചിന്തിച്ച, എവിടെ ദൈവമഹത്വം വെളിപ്പെടുന്നോ അവിടെ ഇമ്പോസിബിൾ പോസിബിൾ ആയി മാറിയിരിക്കും. എവിടെ ദൈവമഹത്വം വെളിപ്പെടുന്നോ അവിടെ നടക്കാത്തത് നടന്നിരിക്കും. രാവിലെ വിശ്വസിക്കുന്നവർ നന്നായിട്ട് ആമേൻ പറഞ്ഞോണം. നിന്റെ ചില വിഷയത്തിനകത്ത് ഒരു സാധ്യതയും കാണത്തില്ലായിരിക്കാം, പക്ഷെ കർത്താവ് പ്രവചിക്കുന്നു, ഇന്ന് അതിൽ ദൈവമഹത്വം വെളിപ്പെടാൻ പോകുകയാ. ദൈവമഹത്വം വെളിപ്പെടാൻ പോകുകയാ. ദൈവത്തിന്റെ മഹത്വം എവിടെ വെളിപ്പെടുന്നോ അവിടെ ഇമ്പോസിബിൾ പോസിബിൾ ആയിരിക്കും. യേശുവിന്റെ മിനിസ്ട്രിയിൽ മുഴുവനും ഇതാ വെളിപ്പെട്ടത്. പച്ചവെള്ളം വീഞ്ഞായി, മഹത്വം വെളിപ്പെട്ടപ്പോൾ. അതേ സെന്റൻസ് ആണ് മാർത്തയോട് കർത്താവ് പറയുന്നത്, വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. ആ മഹത്വത്തെ ഇപ്പോൾ ഭൂമിയിൽ കൊണ്ടുവരാൻ, ആ മഹത്വത്തെ ഇപ്പോൾ ഭൂമിയിൽ വെളിപ്പെടുത്താൻ എനിക്ക് അധികാരമുണ്ടെന്ന് നീ വിശ്വസിക്കണോ? ജയമെടുക്കട്ടെ. അങ്ങനെ വിശ്വസിക്കാൻ തയ്യാറായാൽ അടുത്ത മിനിറ്റ് നീ അത്ഭുതം കാണും. ഈ വേട് പറഞ്ഞിട്ട്, ആ വേടിനോട് യേശു പറഞ്ഞ ഫ്രൈസിനോട് മാർത്ത എങ്ങനെ പ്രതികരിച്ചു എന്നവിടെ എഴുതിയിട്ടില്ല. പക്ഷേ 22-ാമത്തെ വാക്യം മുതൽ വായിച്ചു വരുമ്പോൾ മാർത്തയുടെ പ്രസ്താവനകളായതുകൊണ്ട്, വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണുമെന്ന് യേശു പറഞ്ഞ ഉടനെ കൈകൂപ്പി തലയും കുനിച്ച് 100% അതിനെ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടാവാം. കാര്യം ഇവിടെ സഹോദരിക്കൊരു സ്വഭാവമുണ്ട്. അവൾ എന്താ സ്വഭാവം എന്നറിയോ? വചനത്തെ സ്വീകരിക്കുന്നവളും മനഃപൂർവ്വമായിട്ട് അതിനെ അംഗീകരിക്കുന്നവളുവാ. യേശുവിൻ്റെ അമ്മ മറിയ പറഞ്ഞൊരു ഫ്രൈസ് ഉണ്ട്, ഞാൻ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ. കർത്താവിനെ ഒരുപാട് സ്നേഹിക്കുന്നവർക്കെല്ലാം ഇത് തന്നെ പറയാനുള്ളൂ. യേശു പറഞ്ഞതിന് എതിരഭിപ്രായങ്ങളില്ല. വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണുമെന്ന് പറഞ്ഞ ഉടനെ അവള് കർത്താവിൻ്റെ മുമ്പാവേ അറിഞ്ഞ, ഞാൻ റെഡിയാ കർത്താവേ. ഓ, ഞാൻ എൻ്റെ ദൈവത്തിന് മഹത്വം കൊടുക്കുകയാണ്. കർത്താവ് ചിലരോട് ചോദിക്കുന്നു, നീ റെഡിയാണോ? ദൈവത്തിൻ്റെ മഹത്വത്തെ നിൻ്റെ വീട്ടിൽ വെളിപ്പെടുത്താൻ, വിശ്വസിക്കാൻ നീ റെഡിയാണോ? സാധ്യതകളില്ലാത്ത വിഷയത്തെ ജീവിപ്പിക്കാൻ, അതിൻ്റെ നടുവിൽ ദൈവത്തിൻ്റെ മഹത്വത്തെ വെളിപ്പെടുത്താൻ, വിശ്വസിക്കാൻ നിങ്ങൾ റെഡിയാണോ? അങ്ങനെയാണെങ്കിൽ ദൈവം തൻ്റെ മഹത്വത്തെ ഇപ്പം വെളിപ്പെടുത്താൻ പോകുകയാ. എനിക്ക് കിട്ടിയ ഒരു ലീഡിങ് ഈ വചനത്തോട് ബന്ധപ്പെട്ട് ഞാൻ ധ്യാനിച്ചപ്പോൾ കർത്താവ് തന്ന ഒരു സെൻറ്റൻസ് കൂടി ഞാൻ, വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും എന്ന് അവിടെ അധരത്തിൽ നിന്ന് കർത്താവിൽ നിന്ന് അരുളപ്പാട് വന്നപ്പോൾ അവിടെ ഹൃദയത്തിൻ്റെ പ്രതികരണമായിരിക്കാം യേശുവിനെ അടുത്ത സെൻറ്റൻസ് യൂസ് ചെയ്യാൻ ബലപ്പെടുത്തിയത്. വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണുമെന്ന് യേശു അവളോട് പറഞ്ഞ ഉടനെ അവിടെ മുഖഭാവം കൊണ്ടോ ആംഗ്യഭാഷ കൊണ്ടോ അവിടെ പ്രതികരണത്തെ തുടർന്നാവാം യേശു അടുത്ത സെന്റൻസ് പറഞ്ഞത്, കല്ലുരുട്ടി മാറ്റുകയും. വിശ്വസിക്കുന്ന വ്യക്തിയുടെ മുൻപിൽ ദൈവമഹത്വം വെളിപ്പെടാൻ തടസ്സമായി നിൽക്കുന്ന ഏതു സാധനവും ഉരുട്ടി മാറിയിരിക്കോ.
ദൈവത്തിൻ്റെ മഹത്വത്തെ വെളിപ്പെടണമെന്ന് വിശ്വസിക്കാൻ നിങ്ങൾ തയ്യാറാകുമ്പോൾ ആദ്യം നടക്കുന്ന അത്ഭുതം എന്താണെന്നറിയാമോ? ആ മഹത്വം വെളിപ്പെടാൻ തടസ്സം എന്താണോ അതിനെ കർത്താവ് ഉരുട്ടി മാറ്റിയിരിക്കോ. ഇന്ന് രാവിലെ നിനക്കും ദൈവത്തിൻ്റെ മഹത്വത്തിനും ഇടയിൽ ഒരു പ്രയാസം പോലെ നിൽക്കുന്ന കല്ലുകൾ ഇനി കാണത്തില്ല. ദൈവം അതിനെ ഉരുട്ടി മാറ്റാൻ പോകുകയാ. കല്ലുരുട്ടി മാറ്റുവിനെന്ന് കർത്താവ് കൽപ്പിച്ചു. ചില ആളുകൾ മുമ്പോട്ട് വന്ന് കല്ലൊക്കെ ഉരുട്ടി മാറ്റി. കല്ലുരുട്ടി മാറ്റി കഴിഞ്ഞ ഉടനെ ചുറ്റുവട്ടത്തിൽ നിൽക്കുന്ന ആളുകളെ ഞെട്ടിപ്പിക്കുന്ന യേശുവിൻ്റെ ഒരു പ്രാർത്ഥന. ഈ പ്രാർത്ഥന യേശുവിടെ പറയാൻ കാരണം, മാർത്തയോട് വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും എന്ന് പറയാനും കാരണം ഒരു വചനമാണ്. 36, 37 വാക്യം. യേശു കണ്ണുനീർ വാർത്തു. ആകയാൽ യഹൂദന്മാർ കണ്ടോ അവനോട് എത്ര പ്രിയമുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അടുത്ത വാക്യം ശ്രദ്ധിക്കണേ. 37. ചിലരോ കുരുടൻ്റെ കണ്ണ് തുറന്ന ഇവനെയും മരിക്കാതിരിക്കാൻ കഴിഞ്ഞില്ലയോ എന്ന് പറഞ്ഞു. യേശു കേട്ടോണ്ട് നിൽക്കുക. കുരുടൻ്റെ കണ്ണ് തുറന്ന ഇവന് ലാസറിനെ മരണത്തിനേൽപ്പിക്കാതെ വിടിവിക്കാൻ കഴിയത്തില്ലായിരുന്നോ എന്ന് ചോദിച്ച വാക്ക് യേശുവിൻ്റെ കാതിൽ കിടക്കുക. അപ്പം മാർത്തയും മറിയം മാത്രമല്ല, തൻ്റെ ശുശ്രൂഷകളെ വിമർശിക്കുന്ന ഒരു ഗ്രൂപ്പും കൂടെ പുറകിലുണ്ട്. ഇവിടെ യേശുവിനൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന് വിശ്വസിക്കുന്നവർ ചുറ്റും നിൽപ്പുണ്ട്. ഇനി ഒരു മൂവ്മെന്റ് യേശുവിൽ നിന്ന് ഉണ്ടാകാൻ സാധ്യതയില്ല എന്ന് ഉറപ്പിച്ചവർ പുറകിൽ നിൽപ്പുണ്ട്. അവരൊക്കെ കേൾക്കെയാണ് മാർത്തയോട് ചോദിക്കുന്നത്, വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും. അടുത്ത വാചകം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പ്രാർത്ഥനയുടെ സെന്റൻസ് കേട്ടോണോ? യേശു മേലോട്ട് നോക്കി. വല്ലപ്പോഴുമൊക്കെ മേലോട്ട് നോക്കുന്നത് നല്ലതാണ്. പ്രവാചകന്മാരുടെയും പാസ്റ്റർമാരുടെയും ശുശ്രൂഷകന്മാരുടെയും കാശുള്ളവരുടെയും ഒക്കെ മുഖത്തേട്ട് നോക്കുന്ന പതിവ് ശൈലികളൊക്കെ മാറ്റിയിട്ട് കർത്താവിൻ്റെ മുഖത്തേക്കൊന്ന് നോക്കിക്കേ. തെറ്റിദ്ധരിക്കല്ലേ, വിമർശനാസ്പദമായി പറഞ്ഞതല്ല കേട്ടോ. അവരെല്ലാം നല്ലവരാ. പക്ഷെ അതിനേക്കാളും നല്ലവൻ്റെ മുഖത്തേക്കൊന്ന് നോക്കിക്കേ. വേദോസ്തം പറയുന്നൊരു വാക്യമുണ്ടേ, ദാസന്മാരുടെ കണ്ണ് യജമാനൻ്റെയിലേക്കും ദാസിമാരുടെ കണ്ണ് യജമാനത്തിയുടേക്കും പോകുന്നത് പോലെ എൻ്റെ കണ്ണ് സൈന്യങ്ങളുടെ യഹോവയായ ദൈവത്തിങ്കിലേക്ക് എൻ്റെ കണ്ണുയരുന്നു. 34-ാം സങ്കീർത്തനം 5-ാം വാക്യം. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയില്ല. പ്രതിസന്ധികളുടെ നടുവിൽ മനുഷ്യമുഖത്തേക്കാൾ കൂടുതൽ ദൈവമുഖം അന്വേഷിക്കുന്ന ഒരു ജനറേഷൻ എഴുന്നേൽക്കട്ടെ. വാതിലുകളും വഴികളും അടയുമ്പോൾ അപ്പുറത്തെ ചാക്കോച്ചൻ്റെ വീടും ബാങ്കിൻ്റെ ഓഫീസും തപ്പാതെ കർത്താവിൻ്റെ മുഖം തപ്പുന്ന ഒരു ജനറേഷൻ എഴുന്നേറ്റ് വരട്ടെ. പോക്കറ്റ് ശൂന്യമാക്കുമ്പോൾ, പേഴ്സ് ശൂന്യമാക്കുമ്പോൾ, ജീവിതത്തിൽ ഇനി സാധ്യതകൾക്ക് ഒരംശം പോലുമില്ല എന്ന ധാരണ ഹൃദയത്തിൽ വരുമ്പോൾ കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കുന്ന ഒരു ജനറേഷൻ എഴുന്നേറ്റ് വരട്ടെ. ഈ പ്രസംഗം കൊണ്ട് ഞാൻ ആഗ്രഹിക്കുന്നത് യേശുവിലേക്ക് നിങ്ങളെ തിരിക്കുക എന്നതാണ്. എല്ലാവരിൽ നിന്നും നിങ്ങളുടെ കണ്ണ് യേശുവിലേക്ക് പോകട്ടെ. എല്ലാവരിൽ നിന്നും യേശുവിലേക്ക് നിങ്ങളുടെ കണ്ണ് മാറട്ടെ. നിങ്ങൾ കൈ നീട്ടുകയാണെങ്കിൽ അത് യേശുവിൻ്റെ മുൻപിലാകണം.
നിങ്ങൾ കരയുകയാണെങ്കിൽ അത് യേശുവിൻ്റെ മുൻപിലാകണം. നിങ്ങൾ മനസ്സ് തുറക്കുകയാണെങ്കിൽ അത് യേശുവിൻ്റെ മുൻപിലായിരിക്കണം. നിങ്ങളുടെ പരിഭവങ്ങളും സങ്കടങ്ങളും പറയുകയാണെങ്കിൽ അത് യേശുവിൻ്റെ മുൻപിലായിരിക്കണം. പറ്റിക്കാത്തൊരു നല്ല സ്നേഹിതൻ നമുക്കുണ്ട്. കളിയാക്കാത്തൊരു നല്ല സുഹൃത്ത് നമുക്കുണ്ട്. വേദന പറയുമ്പോൾ എത്ര സമയം വേണേലും കേൾക്കുന്ന ഒരു നല്ല സ്നേഹിതൻ നമുക്കുണ്ട്. എനിക്കവനെ നന്നായിട്ടറിയാം. അവൻ്റെ പേര് യേശു എന്നാണ്. യേശു മുകളിലോട്ട് നോക്കി, മേലോട്ട് നോക്കി എന്ന് പറഞ്ഞാൽ സ്വർഗത്തിലേക്ക് നോക്കി എന്ന ആശയമാണ്. സ്വാഭാവികമായിട്ട് ആകാശവിധാനത്തെ കാണാനാണ് നമ്മളെല്ലാം മുകളിലോട്ട് നോക്കുന്നത്. പക്ഷേ ഇവിടെ യേശു പുരുഷാരം നിൽക്കുമ്പോൾ, മാർത്തയും മറിയം നിൽക്കുമ്പോൾ യേശു മുകളിലേക്ക് നോക്കി, മേലോട്ട് നോക്കി. അടുത്തത്, പിതാവേ, നീ എൻ്റെ അപേക്ഷ കേട്ടതിനാൽ ഞാൻ നിന്നെ വാഴ്ത്തുന്നു. ഞങ്ങളുടെ ചർച്ചിലൊരിക്കൽ പാസ്റ്റർ സുനി ഐക്കാട് പ്രസംഗിക്കാൻ വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു ടെസ്റ്റ് മണി ഞാൻ ഓർക്കുന്നുണ്ട്. വളരെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളുടെ നടുവിൽ നിൽക്കുന്ന സാഹചര്യത്തിൽ മുറ്റത്തേക്ക് ഇറങ്ങി മുകളിലേക്ക് നോക്കി അദ്ദേഹം ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥനയ്ക്ക് പെട്ടെന്ന് റിസൾട്ട് ഉണ്ടായെന്ന് എൻ്റെ ആത്മമിത്രമായ പാസ്റ്റർ സുനി ഐക്കാട് ഒരു ടെസ്റ്റ് മണി പറഞ്ഞത് ഞാൻ ഈ സമയം ഓർക്കുകയാണ്. മുകളിലോട്ട് നോക്കി സംസാരിക്കുന്ന ഭക്തന്മാർ നമ്മുടെ ചുറ്റുവട്ടത്തിലുണ്ട് കേട്ടോ. പിതാവിൻ്റെ മുഖം മാത്രം ആശ്രയിക്കുന്ന ഒത്തിരി ആളുകൾ എന്നെ കേൾക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇന്ന് രാവിലെ സന്തോഷത്തിൻ്റെ ഒരു ദൂത് പറയാം. മുകളിലോട്ട് നോക്കി സംസാരിക്കുന്നവൻ മിനിറ്റുകളുടെ അകത്ത് വിടുതൽ കണ്ടിരിക്കും. യേശു മുകളിലേക്ക് നോക്കി. അടുത്ത വാക്ക്, പിതാവേ, നീ എൻ്റെ അപേക്ഷ കേട്ടതിനാൽ ഞാൻ നിന്നെ വാഴ്ത്തുന്നു. രണ്ടാമത്തെ സെൻറ്റൻസ് 2-3 വാചകങ്ങളുള്ളൊരു പ്രാർത്ഥനയാണ്. ഒന്നാമത്തെ സെൻറ്റൻസാണ്, നീ എൻ്റെ അപേക്ഷ കേട്ടതിനാൽ ഞാൻ നിന്നെ വാഴ്ത്തും. രണ്ടാമത്തെ കണ്ടോണം, രണ്ടാമത്തെ ഇച്ചിലൂടെ ഉറപ്പിക്കുന്ന സെൻറ്റൻസാണ്. നീ എപ്പോഴും എൻ്റെ അപേക്ഷ കേൾക്കുന്നു എന്ന് ഞാൻ അറിഞ്ഞിരിക്കുന്നു. അപ്പനും മകനും തമ്മിലുള്ള ഡീപ്പ് റിലേഷൻഷിപ്പിൻ്റെ വേർഡാണ് യേശു ആ പ്രാർത്ഥനയ്ക്കകത്ത് ഉപയോഗിക്കുന്നത്. ഞാൻ നിനക്കെതിരെ അനുസരണക്കേട് കാണിച്ചിട്ടില്ല. നീ എന്നെ ഭൂമിയിലേക്ക് അയച്ചിട്ട് ഞാൻ എൻ്റെ ഇഷ്ടപ്രകാരമുള്ള ഒന്നും ഇവിടെ ചെയ്തിട്ടില്ല. നിൻ്റെ ഇഷ്ടങ്ങൾ മാത്രം ചെയ്യാനാണ് ഞാൻ ഭൂമിയിൽ അവതരിച്ചത് എന്ന് തെളിയിക്കുന്ന ഒരു വാക്കാണ്. കീഴ്പ്പെട്ടിരിക്കാനും കീഴടങ്ങിയിരിക്കാനുമാ ആളുകൾക്ക് ബുദ്ധിമുട്ട്. ഒരുപാട് ആളുകൾ, ഒത്തിരി പ്രസംഗകരും ശക്തന്മാരും ഒക്കെ എഴുന്നേറ്റ്, പക്ഷേ ശിഷ്യന്മാർ കുറവാണ്. ശിഷ്യൻ എപ്പോഴും യജമാനനെ കീഴ്പ്പെട്ടിരുന്ന് അനുസരിച്ചാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. ശിഷ്യത്വം വേദപുസ്തകത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായൊരു സബ്ജക്റ്റ്. ശുശ്രൂഷകന്മാരുണ്ട്, പക്ഷെ ശിഷ്യന്മാർ കുറവാണ്. യേശു ഭൂമിയിൽ വന്നതേ തന്നിഷ്ടം കാണിക്കാനല്ല, തനിക്ക് തോന്നിയ കാര്യങ്ങളെല്ലാം തോന്നുന്ന സമയത്ത് തോന്നുന്നത് പോലെ ചെയ്യാനും അല്ല യേശു വന്നത്. പിതാവിൻ്റെ ഗൈഡൻസിനൊത്തവണ്ണം ചലിക്കാനും പ്രവർത്തിക്കാനുമാണ് യേശു വന്നത്. ഈ വാക്കിനകത്ത് അതാ കിടക്കുന്നത്. പിതാവേ, ഈ അനുവാദം ചോദിക്കേണ്ട കാര്യമില്ല, ലാസറേ പുറത്തു വരിക എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ എന്തിനു അനുവാദം ചോദിച്ചെന്നറിയോ? എനിക്ക് നിങ്ങൾക്കൊരു മാതൃക കാണിക്കുകയാണ്. നിങ്ങൾക്ക് മിനിസ്ട്രി ഉണ്ടായിരിക്കാം, നിങ്ങൾക്ക് അഭിഷേകം ഉണ്ടായിരിക്കാം, നിങ്ങൾക്ക് കഴിവുണ്ടായിരിക്കാം, പക്ഷെ നിങ്ങൾ ഒരിക്കലും മറന്നു പോകരുത്, നിങ്ങളെ ഏൽപ്പിച്ചവനോട് അനുവാദം ചോദിച്ചിട്ട് അത് ചെയ്യാൻ. ഈ സെന്റൻസിനെ നമ്മൾ എങ്ങനെ വ്യാഖ്യാനിക്കും? ഇങ്ങനെ ഒരു ഭാഗത്ത് യേശു പിതാവിനോട് സംസാരിച്ചതുപോലെ ഞാനും നിങ്ങളുമാകുന്ന സഭ യേശുവിനോട് സംസാരിക്കണം. ഈ അത്ഭുതത്തിന്റെ പിറകിൽ നിന്റെ മഹത്വം വെളിപ്പെടണം യേശുവേ എന്ന് പ്രാർത്ഥിച്ചിട്ടാവണം നിങ്ങൾ രോഗിയുടെ മേൽ കൈവെക്കാൻ. എൻ്റെ ഹൃദയത്തിൽ തൊട്ടൊരാശയമാണ് ഞാൻ പറയുന്നത്. അവൻ്റെ അനുവാദത്തിലുള്ള ശുശ്രൂഷയാണ് നീ ചെയ്യുന്നതെങ്കിൽ അതിനകത്ത് തീർച്ചയായിട്ടും ദൈവമഹത്വം വെളിപ്പെട്ടിരിക്കും. അപ്പനും മകനും തമ്മിലുള്ള ഡീപ്പ് റിലേഷൻഷിപ്പ്. പിതാവേ, നീ എൻ്റെ പ്രാർത്ഥന കേൾക്കുമോ എന്നല്ല ചോദിച്ചത്, കേട്ടതിനാൽ
ഞാൻ നിന്നെ വാഴ്ത്തും. ഇതാ ഉറപ്പ്. പ്രാർത്ഥിച്ചില്ല, പ്രാർത്ഥന വന്നിട്ടില്ല, പ്രാർത്ഥിക്കുന്നതിന് മുമ്പുള്ള ഉറപ്പാ. നീ എൻ്റെ അപേക്ഷ കേട്ടതിനാൽ ഞാൻ നിന്നെ വാഴ്ത്തുന്നു. യേശുക്രിസ്തുവിന്റെ മുൻപിൽ പ്രാർത്ഥിക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ എനിക്കും നിങ്ങൾക്കും ഉണ്ടാകേണ്ട പ്രാഗൽഭ്യം ഇതാണ്. ഞാൻ പറയാൻ പോകുന്ന വിഷയം, അതിന് മറുപടി നിന്റെ സന്നിധിയിൽ നിന്ന് കൽപ്പിക്കുമെന്ന് എനിക്ക് നിന്നെ കുറിച്ച് ഉറപ്പുണ്ട്. യേശുവിന്റെ ഈ പ്രാർത്ഥന എത്ര ഭംഗിയാ ദൈവമക്കളെ, എത്ര സൂപ്പറാണത്. ഇതാവേ, നീ എൻ്റെ അപേക്ഷ കേട്ടതിനാൽ ഞാൻ നിന്നെ വാഴ്ത്തുന്നു. രണ്ടാമത്തെ സെന്റൻസ് ഇച്ചിരൂടെ ഡീപ്പാ. നീ എപ്പോഴും 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 എൻ്റെ അപേക്ഷ കേട്ടതിനാൽ നീ എപ്പോഴും എൻ്റെ അപേക്ഷ കേൾക്കുന്നു എന്ന് ഞാൻ അറിഞ്ഞിരിക്കും. ഇതല്ല, ഇതിനു മുമ്പുള്ള എക്സ്പീരിയൻസ് വെച്ച് കർത്താവ് പറയുക, നീ എപ്പോഴും എൻ്റെ അപേക്ഷ കേട്ടിരിക്കുന്നു എന്ന് ഞാൻ അറിഞ്ഞിരിക്കുന്നു. ഇച്ചിരൂടെ ഡെപ്താ, ഇച്ചിരൂടെ എക്സ്ട്രീമായിട്ടുള്ള ബന്ധം അത്. ഇന്ന് രാവിലെ എൻ്റെ വചനം, ക്ഷമിക്കണം, ദൈവത്തിൻ്റെ വചനം ഞാൻ പ്രസംഗിക്കുമ്പോൾ എത്ര പേർക്ക് ഹൃദയംഗമായിട്ട് ഇങ്ങനൊരു ബന്ധമുണ്ട്? ഞാൻ പറഞ്ഞാൽ യേശു കേൾക്കുമെന്നോ, ഞാൻ പറയുന്ന ഒരു കാര്യം പോലും യേശു തള്ളിക്കളയത്തില്ലെന്നോ എത്ര പേർക്ക് ഈ രാവിലെ സമയം ഉറപ്പുണ്ട്? എൻ്റെ അപേക്ഷകൾ പാഴായി പോകത്തില്ലെന്നോ, എൻ്റെ പ്രാർത്ഥനകൾ വൃഥാവായി പോകത്തില്ലെന്നോ, ഞാൻ ചോദിക്കുന്നതിന് മറുപടി സ്വർഗത്തിൽ നിന്ന് വരുമെന്നോ ഈ രാവിലെ ഈ വചനത്തിലൂടെ ഉറപ്പ് പ്രാപിക്കാൻ പരിശുദ്ധാത്മാവ് ദൈവസഭയെ പ്രബോധിപ്പിക്കുകയാണ്. ഒരുപാട് പേരുടെ വാക്ക് പാഴ്വാക്കായിട്ടുണ്ടായിരിക്കാം, പക്ഷെ നിന്റെ വാക്ക് പാഴ്വാക്കാകാൻ ദൈവം അനുവദിക്കത്തില്ല. നീ എപ്പോഴും എൻ്റെ അപേക്ഷ കേൾക്കുന്നതിനാൽ ഞാൻ നിന്നെ വാഴ്ത്തുന്നു. ഞാൻ അറിഞ്ഞിരിക്കുന്നു എന്ന് ഞാൻ അറിഞ്ഞിരിക്കുന്നു. മൂന്നാമത്തെ സെന്റൻസ്, എങ്കിലും നീ എന്നെ അയച്ചു എന്ന് ചുറ്റും നിൽക്കുന്ന പുരുഷാരെ വിശ്വസിക്കേണ്ടതിന്. കുറച്ചു മുമ്പേ വിമർശിച്ച് സംസാരിച്ചില്ലേ? കുരുടന്റെ കണ്ണ് തുറന്ന് ഇവന് കഴിയത്തില്ലായിരുന്നോ എന്ന് ചോദിച്ച കുറച്ചു പേര് പിറകിലുണ്ട്. കർത്താവ് ആ ഫ്രേസ് അവിടെ യൂസ് ചെയ്യുക. എങ്കിലും, സംശയം കൊണ്ടല്ല, സ്നേഹം കൊണ്ടാ. എങ്കിലും, രക്തം ജയം എടുക്കട്ടെ, എങ്കിലും നീ എന്നെ അയച്ചു എന്ന്, നീ എന്നെ അയച്ചെന്ന് എനിക്ക് 100% ഉറപ്പാ. നീ എന്നെ വിളിച്ചെന്ന് എനിക്ക് 100% ഉറപ്പാ. നീ എന്നെ ശുശ്രൂഷകനാക്കിയെന്ന് എനിക്ക് 100% ഉറപ്പാ. പക്ഷേ അത് അംഗീകരിക്കാത്ത, അത് മനസ്സിലാക്കാത്ത, എനിക്ക് നേരെ വിരൽ ചൂണ്ടി എന്നെ വിമർശിക്കുന്ന ആളുകൾ ചുറ്റും നിൽപ്പുണ്ട്. അവരൊക്കെ മനസ്സിലാക്കേണ്ടതിന്, അവർക്ക് ബോധ്യമാകേണ്ടതിന്, എന്നിട്ട് അവർ എന്നെ വിശ്വസിക്കേണ്ടതിന് അവരുടെ നിമിത്തം ഞാൻ പറയുന്നു എന്ന് പറഞ്ഞു. നിന്നെ അംഗീകരിക്കാത്തവരുടെ നടുവിൽ, നിന്നെ ഉൾക്കൊള്ളാത്തവരുടെ നടുവിൽ, നിന്റെ വാക്കിനെ കാറ്റിലെ പറക്കുന്ന ഒരു എന്തുവാ പറയുന്ന ഒരു അപ്പൂപ്പൻ താടി പോലെ നിന്റെ വാക്കിനെ അവഗണിച്ച് കളയുന്നവരുടെ നടുവിൽ നീ ആരാണെന്ന് തെളിയിക്കാൻ ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടാൻ പോകുക. വിശ്വസിക്കുന്നവർക്കുള്ള ദൈവശബ്ദമായത്. പല ആവർത്തി നിന്റെ വാക്കിനെ അവഗണിച്ചവരുടെ നടുവിൽ നിന്റെ വാക്ക് ദൈവത്തിൻ്റെ മഹത്വത്തെ കൊണ്ടുവരുന്ന ശബ്ദമാണെന്ന് ദൈവം അഡ്രസ് ചെയ്യാൻ പോവുക. എങ്കിലും നീ എന്നെ അയച്ചു എന്ന് ചുറ്റും നിൽക്കുന്ന പുരുഷാരം മനസ്സിലാക്കേണ്ടതിന്. ഇങ്ങനെ ഒരു പ്രാർത്ഥന മോശ പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഏലിയാവ് ഇതിൻ്റെ ഒരു കറക്റ്റ് ഫ്രൈസിൽ പ്രാർത്ഥിച്ചിട്ടുണ്ട്.
ഇസ്രായേലിൻ്റെയും അബ്രഹാമിൻ്റെ, ഇസാക്കിൻ്റെ, യാക്കോബിൻ്റെയും ദൈവമേ, നീ ദൈവമെന്നും ഞാൻ നിൻ്റെ ദാസനെന്നും ഒന്ന് വെളിപ്പെടുത്തണം. അതിലേവ് പ്രാർത്ഥിച്ചത്. എന്നെ ഒന്ന് വെളിപ്പെടുത്തിയേക്കണം. യുവമാരാരും എന്നെ അത്ര അങ്ങോട്ട് ഉൾക്കൊള്ളുന്നില്ല. ഞാൻ ദൈവത്തിൻ്റെ പ്രവാചകനാന്നൊക്കെ പറഞ്ഞിട്ടേ ഇവർക്ക് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അതുകൊണ്ട് തീ ഇറക്കി എന്നെ ഒന്നങ്ങ് വെളിപ്പെടുത്തിയേക്കണം. ഒരു ഭക്തൻ്റെ പ്രാർത്ഥന. ഡീപ്പ് റിലേഷൻഷിപ്പ് ഉള്ളവർക്ക് ഇങ്ങനെയൊക്കെ പ്രാർത്ഥിക്കാൻ പറ്റത്തുള്ളൂ. ഇവിടെ കർത്താവ് ഇച്ചിരി ഡീപ്പായിട്ടാണ് പറയുന്നത്. ചുറ്റും നിൽക്കുന്നവർ വിശ്വസിക്കേണ്ടതിന് എന്തോ ചെയ്യണം? ചുറ്റും നിൽക്കുന്നവർ വിശ്വസിക്കേണ്ടതിന് അവരുടെ നിമിത്തം ഞാൻ പറയുന്നു. ഈ പ്രാർത്ഥന കാതലായി നിൻ്റെ നാമം മാത്രം മഹിമപ്പെടേണ്ടതിനാണ്. രണ്ടാമത്തെ ഉദ്ദേശം, നീ എന്നെ അയച്ചെന്ന് എന്നെ വിമർശിക്കുന്നവർക്ക് വിശ്വാസമുണ്ടാകേണ്ടതിന് നിൻ്റെ നാമം നിമിത്തം ഞാൻ പറയുന്നു. എൻ്റെ ശബ്ദമല്ല, നിൻ്റെ നാമം നിമിത്തം ഞാൻ പറയുന്നു. ലാസറസ് പുറത്തു വരിക. ഈ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടാതെ പോകുമോ ദൈവമക്കളെ? ഈ പ്രാർത്ഥനയ്ക്ക് മറുപടി ഇല്ലാതെ പോകുമോ ദൈവമക്കളെ? ഈ പ്രാർത്ഥനയുടെ തുടക്കം കണ്ടില്ലേ? അതിൻ്റെ ഒടുക്കം കണ്ടില്ലേ? അതിൻ്റെ തുടക്കം ദൈവപ്രസാദത്തിൻ്റെ വാക്കുകളാ, അതിൻ്റെ ഒടുക്കം ദൈവമഹത്വത്തിൻ്റെ അനുഭവമാ. ഒന്ന് ചേർന്ന് പാടാവോ? കണ്ണിൻ മണിപ്പോ എന്നെ കരുതും ഉള്ളം കരത്തിൽ എന്നെ വാഹിക്കും തള്ളിക്കളയാതെ മാർവിൽ ചേർക്കും സ്നേഹമാകും യേശുവേ. കണ്ണിൻ മണി പോ എന്നെ കരുതും ഉള്ളം കരത്തിൽ എന്നെ വാഹിക്കും തള്ളിക്കളയാതെ മാർവിൽ ചേർക്കും സ്നേഹമാകും യേശുവേ. മാർവിൽ ചേർക്കും സ്നേഹമാകും യേശുവേ. തള്ളിക്കളയാതെ മാർവിൽ ചേർക്കും സ്നേഹമാകും യേശുവേ. കഥ പറയുന്നു, എനിക്ക് ചുറ്റും നിൽക്കുന്നവർ നീ എന്നെ അയച്ചു എന്ന് ചുറ്റും നിൽക്കുന്നവർ വിശ്വസിക്കേണ്ടതിന് നിന്റെ നാമത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി ഞാൻ പറയുന്നു. ദൈവമില്ലെന്ന് വാദിക്കുന്നവർ, നിന്നെ ഒരു വിശ്വാസിയായിട്ടോ ഒരു ദൈവ പൈതലായിട്ടോ അംഗീകരിക്കാത്തവർ, ആരുടെയൊക്കെയോ അപരാധങ്ങളും തെറ്റായ ജീവിതചര്യകളും കൊണ്ട് വിശ്വാസ ജീവിതത്തിൽ തീവ്രമായ ശക്തിയോടെ നിൽക്കുന്ന നിന്നെ വിമർശിക്കുന്നവരുടെ നടുവിൽ നീ ആരാണെന്ന് തെളിയിക്കാൻ നിന്റെ ദൈവം തൻ്റെ മഹത്വവുമായി വെളിപ്പെടാൻ പോകുകയാ. വിശ്വസിക്കുന്നവരെ അതിന് ആമേൻ പറഞ്ഞു. ഈ സൺഡേ അത് നടക്കുക, ഈ വീക്കിൽ അത് നടക്കുക. നീ ആരാണെന്ന് നിന്റെ പട്ടണം അറിയാൻ പോവുക. നീ ആരാണെന്ന് നിന്റെ ജോലി സ്ഥലം അറിയാൻ പോകുക. നീ ആരാണെന്ന് നിന്റെ സഹമിത്രങ്ങൾ, കൂട്ടുകാരറിയാൻ പോകുകയാ. നിന്നെ വിമർശിച്ചവരെല്ലാം അറിയും നീ ജീവിക്കുന്ന ദൈവത്തിൻ്റെ പൈതലാണെന്ന്. നിന്റെ പ്രാർത്ഥനകൾക്ക് മറുപടി ഉണ്ടെന്ന്, നിന്റെ കൂടെ സർവശക്തനായ ദൈവമുണ്ടെന്ന് എല്ലാവരും അറിയും.
ഇത്രയും പ്രാർത്ഥന, ഈ 4 ഭാഗമായിട്ട് ഞാൻ അതിനെ തിരിക്കുക. ഒന്ന്, നീ എൻ്റെ പിതാവേ, നീ എൻ്റെ അപേക്ഷ കേട്ടതിനാൽ ഞാൻ നിന്നെ വാഴ്ത്തും. അതായത് പ്രാർത്ഥിക്കുന്നതിന് മുമ്പേ അപേക്ഷ കേൾക്കുമെന്നുള്ള ഉറപ്പ്. 2, നീ എപ്പോഴും എൻ്റെ അപേക്ഷ കേൾക്കുന്നു എന്ന് ഞാൻ അറിഞ്ഞിരിക്കുന്നു. ഉറപ്പ് മാത്രമല്ല, നീ എൻ്റെ എക്സ്പീരിയൻസ്. അത് നീ എൻ്റെ പ്രാർത്ഥന എപ്പോഴും കേൾക്കുന്നു എന്നുള്ളത് കഴിഞ്ഞ കാലത്തെ എൻ്റെ എക്സ്പീരിയൻസാണ്. 3, നീ എന്നെ അയച്ചു എന്നത് വെളിപ്പെടുത്തും. ചുറ്റും നിൽക്കുന്ന പുരുഷാരത്തിൻ്റെ നടുവിൽ, പരിഹസിച്ചവരുടെ നടുവിൽ ഞാൻ ദൈവത്തിൻ്റെ മകനാണ്, മകളാണെന്ന് തെളിയിക്കപ്പെടും. അതിനുവേണ്ടി ഞാൻ എൻ്റെ അതരത്തെ ചലിപ്പിക്കുന്നു. പ്രാർത്ഥന പ്രാർത്ഥിച്ചിട്ട് യേശു പറഞ്ഞ എന്നാണെന്നറിയാമോ? ലാസറസ് കം ഔട്ട്. ലാസറേ പുറത്തു വരിക. ആ ശബ്ദത്തിനകത്ത് എന്താ നടന്നതെന്നറിയോ ദൈവമക്കളെ? ആ പ്രാർത്ഥനയ്ക്കകത്ത് എന്താ വെളിപ്പെട്ടെന്നറിയോ ദൈവമക്കളെ? യേശു അങ്ങനത്തെ ശബ്ദം പുറപ്പെടുവിച്ചപ്പോൾ, പ്രാർത്ഥിച്ചപ്പോൾ, ലാസറിൻ്റെ ശരീരം കിടക്കുന്ന കല്ലറയ്ക്കകത്ത് ദൈവത്തിൻ്റെ മഹത്വം ഇറങ്ങി. ദൈവത്തിൻ്റെ മഹത്വം ഇറങ്ങി. ഏദൻ പൂങ്കാവനത്തിനകത്ത് സൃഷ്ടികളുടെ മകുടമെന്ന് വിശേഷിപ്പിക്കുന്ന സർവശക്തനായ ദൈവത്തിൻ്റെ കര പല്ലവങ്ങളാൽ വിരചിതമായ ശ്രേഷ്ഠ സ്വരൂപമായിരിക്കുന്ന ആദാമിൻ്റെ മൺപ്രതിമയുടെ അരികിലൂടെ നടന്നവൻ ലാസറിന്റെ കല്ലറയ്ക്കകത്ത് ഇറങ്ങി നടക്കുക. മണ്ണിലുണ്ടാക്കിയ രൂപത്തിന്റെ മൂക്കിലൂതി അതിന് ജീവൻ കൊടുത്തവൻ ലാസറിന്റെ കല്ലറയ്ക്കകത്ത് അവനെ തൊട്ടെഴുന്നേൽപ്പിക്കുകയാ. ലാസറേ പുറത്തു വരിക എന്ന് യേശു വിളിച്ചപ്പോൾ കല്ലറയ്ക്കകത്ത് മഹത്വം ഇറങ്ങി. കല്ലറയ്ക്കകത്ത് ദൈവത്തിന്റെ മഹത്വം ഇറങ്ങി. ഞാൻ എന്താ ആദ്യം പറഞ്ഞത്? എവിടെ മഹത്വം വെളിപ്പെടുന്നോ അവിടെ ഇമ്പോസിബിൾ പോസിബിൾ ആയിരിക്കും. എവിടെ മഹത്വം വെളിപ്പെടുന്നോ അവിടെ ഇതുവരെ സംഭവിക്കാത്ത കാര്യം സംഭവിക്കും. 4 ദിവസം പഴക്കമുള്ള മൃതദേഹം ഉയർത്തെഴുന്നേറ്റത് ചരിത്രത്തിലില്ല. പക്ഷേ യേശു ലാസറിനെ വിളിച്ചപ്പോൾ അവൻ ഉയർത്തെഴുന്നേറ്റു. പുറത്തേക്ക് വരുന്ന കണ്ടപ്പോൾ ആളുകൾ അത്ഭുതപ്പെട്ടുപോയി. ഇപ്പൊ പുരുഷാരം പറയുന്ന ശബ്ദം യോഹന്നാൻ എഴുതിയിട്ടില്ല. പക്ഷെ ഞാൻ പറയാം, ഞാനതിനെ ഇങ്ങനെ വ്യാഖ്യാനിക്കാം. ഇപ്പൊ പുരുഷാരം പറയുന്നത്, കുരുടന് കണ്ണു തുറന്നവന് ഇവനെ മരിക്കാതിരിക്കാൻ കഴിയത്തില്ലായിരുന്നോ എന്ന് ചോദിച്ചവർ ഇപ്പൊ പറയുന്നത്, മരിച്ചാലും അവൻ ഉയർപ്പിക്കാൻ കഴിയുമെന്നാ ഇപ്പൊ പറയുന്നത്. കണ്ടോ? ജനത്തിന്റെ ധാരണ മാറി, വിശ്വാസത്തിന്റെ ആ ഒരു ലെവല് മാറി. പരിശുദ്ധാത്മാവ് ഇന്ന് രാവിലെ പറയുന്നു, ടോട്ടൽ ഒരു അഴിച്ചുപണി പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ കൽപ്പിക്കുകയാണ്. വിശ്വസിക്കാൻ കഴിയാത്ത ചില പ്രതലങ്ങളെ വിശ്വസിക്കാൻ പരിശുദ്ധാത്മാവ് നിർബന്ധിക്കുകയാണ്. ഈ സ്നേഹം മറന്ന് ഓടല് ദയവായി. ഈ സ്നേഹം മറന്ന് ജീവിക്കരുത്. ഈ സ്നേഹത്തിൽ അധിഷ്ഠിതമായിരിക്കണം. അതാ എൻ്റെ പ്രിയ സഹോദരൻ പാടിയത്, നിത്യസ്നേഹത്താൽ എന്ന്. ഈ സ്നേഹത്തെ വിട്ട് എങ്ങനെ പോകാൻ പറ്റും? ഈ സ്നേഹത്തെ മറന്ന് എങ്ങനെ ജീവിക്കാൻ പറ്റും? ഒരു ഡീപ്പ് റിലേഷൻഷിപ്പ്, ഒരു ക്ലോസ്ഡ് റിലേഷൻഷിപ്പ് രാവിലെ കീപ്പ് ചെയ്യാൻ ഹോളി സ്പിരിറ്റ് നമ്മളോട് ആവശ്യപ്പെടുകയും, പിതാവും പുത്രനും തമ്മിലുള്ള ഒരു ഡീപ്പ് റിലേഷൻഷിപ്പിൻ്റെ അനുഭവം വന്നപ്പോൾ ലാസറിൻ്റെ കല്ലറയെ ശൂന്യമാക്കിക്കൊണ്ട് മൃതദേഹം ചാടി എഴുന്നേറ്റെങ്കിൽ ക്ലോസ്ഡ് ആൻഡ് ഡീപ്പ് റിലേഷൻഷിപ്പിനകത്ത് നടക്കാത്ത അത്ഭുതങ്ങളെല്ലാം നടക്കും. ഓ, വിശ്വസിക്കുന്നവരാമേൻ പറഞ്ഞു. വിശ്വസിക്കുന്നവരാമേൻ പറഞ്ഞു. നിന്റെ പ്രാർത്ഥനയിൽ നീ കൊണ്ടുവന്ന ചില വിഷയങ്ങൾ ഡെഡായ അനുഭവത്തിൽ ചില സെല്ലുകടകത്ത് മൃതദേഹം ഇരിക്കുന്നത് പോലെ, നിന്റെ ചില പ്രാർത്ഥനാ വിഷയങ്ങൾ ഒരു സെല്ലിനകത്തിരിക്കുന്നത് പോലത്തെ അനുഭവമാണെങ്കിൽ ഇന്ന് രാവിലെ അതിനകത്ത് മഹത്വം ഇറങ്ങാൻ പോകുകയാ.
രാവിലെ മഹത്വം വ്യാപരിക്കാൻ പോകുകയാണ്. രാവിലെ മഹത്വം വ്യാപരിക്കാൻ പോകുകയാണ്. യേശു പറഞ്ഞു, വിശ്വസിച്ചാൽ വിശ്വസിച്ചാൽ വിശ്വസിച്ചാൽ. മറിയ അത്ഭുതപ്പെട്ടു, മാർത്ത അത്ഭുതപ്പെട്ട് നിൽക്കുക. എന്താ ഈ കാണുന്നത്? എന്താ ഈ കാണുന്നത്? ഈ വാക്കിന് ഇത്ര ആഴമുണ്ടായിരുന്നോ? എന്താ ഈ കാണുന്നത്? ആ പറഞ്ഞ സെന്റൻസിന് ഇത്ര ആഴമുണ്ടായിരുന്നോ? വിശ്വസിച്ചാൽ നീ മഹത്വം കാണുമെന്ന് പറഞ്ഞപ്പോൾ ഇത് ഞങ്ങൾ പ്രതീക്ഷിച്ചതല്ല. കർത്താവ് പറഞ്ഞു, ഇതല്ല, ഇതിന്റെ അപ്പുറം വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വത്തിന് ചെയ്യാൻ കഴിയും. എന്റെ മെസ്സേജിന്റെ കാമ്പ് ഇത്രയേ ഉള്ളൂ. റിലേഷൻഷിപ്പ് ഡീപ്പാണോ, അത്ഭുതം നിരന്തരമായിരിക്കും. നിന്റെ ഹൃദയത്തിന്റെ തുടിപ്പ് പിതാവിനറിയാം. യേശുവിൻ്റെ ഹൃദയത്തിൻ്റെ തുടിപ്പ് പിതാവിനറിയാവുന്നതുപോലെ നിന്റെ ഹൃദയത്തിൻ്റെ തുടിപ്പറിയാവുന്ന യേശുവിനെ നീ ആഴത്തിൽ മനസ്സിലാക്കുക. നീ ഒരു വാക്ക് യേശുവിൻ്റെ മുമ്പാകെ പറഞ്ഞാൽ അത് അംഗീകരിക്കപ്പെടാതെ പോകത്തില്ല. യേശു പ്രാർത്ഥിച്ച പ്രാർത്ഥന ഞാൻ യേശുവിനോട് പ്രാർത്ഥിക്കുകയായിരുന്നെങ്കിൽ ഇങ്ങനെ പ്രാർത്ഥിച്ചേനെ. യേശു പ്രാർത്ഥിച്ചത് പിതാവേ എന്നതാ. ഞാൻ പ്രാർത്ഥിക്കുകയായിരുന്നെങ്കിൽ, യേശുവേ, നീ എൻ്റെ അപേക്ഷ കേട്ടതിനാൽ ഞാൻ നിന്നെ വാഴ്ത്തുന്നു. യേശുവേ, നീ എപ്പോഴും എൻ്റെ അപേക്ഷ കേൾക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. എങ്കിലും നീ എന്നെ തെരഞ്ഞെടുത്തു ശുശ്രൂഷകനാക്കി എന്നത് ചുറ്റും നിൽക്കുന്നവർക്ക് വെളിപ്പെടേണ്ടതിന്, നിന്റെ നാമത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി യേശുവെ ഞാൻ പറയുന്നു. യേശുവും പിതാവും തമ്മിൽ അത്ര ക്ലോസ്ഡ് റിലേഷൻഷിപ്പ് ആയിരുന്നെങ്കിൽ നാമും യേശുവും തമ്മിലുള്ള ബന്ധം തീവ്രമാകട്ടെ. അവിടെ ബഥാനിയകൾ അത്ഭുതത്തിൻ്റെ പ്ലാറ്റ്ഫോമുകളായി മാറും. ആ സ്നേഹത്തിൽ നിന്ന് നിന്നെ പിരിച്ചു കളയാൻ ഒരു ശക്തി അനുവദിക്കരുത്. ആ സ്നേഹത്തിൻ്റെ ആഴങ്ങളിലേക്ക് നെഞ്ചോട് ചേർത്ത് കരം വെക്കാൻ കഴിയുന്നവർ, ഹൃദയത്തിൻ്റെ തുടിപ്പോടുകൂടി ആദരം ചലിപ്പിക്കാൻ കഴിയുന്നവർ വാറ്റുറന്നാട്ടെ. രാശാന്തരാലകസ്പി ലോഷാന്തരേ